എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ പറ്റി പറയാനാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ GCD കോയിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ GCD കോയിൻ എങ്ങനെ വാങ്ങിക്കാം, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് GCD കോയിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഒരു റെഫറൽ ലിങ്ക് ആവശ്യമാണ്. ആ ലിങ്കിൽ തൊട്ട് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ മേളിൽ ഒരു ID നമ്പറും ഒരു പേരും കിടപ്പുണ്ടാവും റെഫറലിൻ്റെ. അതിൽ നമ്മളൊന്നും ചെയ്യണ്ട. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നമ്മുടെ ഫാദറുടെ പേര് എഴുതി കൊടുക്കുക, ആധാർ കിടക്കും പോലെ തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു യൂസർ നെയിം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ, നമ്മൾ ഇഷ്ടമുള്ള എന്താണ് യൂസർ നെയിം, മറന്നു പോകില്ലാത്ത എന്താണോ അത് കൊടുക്കുക. ഇതിനു മുമ്പ് നമ്മൾ യൂസർ നെയിം പലതിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. അപ്പോൾ എളുപ്പമുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. തെറ്റാതെ അടിച്ചു കൊടുക്കുക. എല്ലാം ചെറിയ അക്ഷരമായിരിക്കണം. വലിയ അക്ഷരത്തിൽ അടിച്ചാൽ ഇമെയിൽ വർക്കാവില്ല. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. പാസ്വേഡ് ഒരു 8 അക്ക പാസ്വേഡ്, അക്കവും ആദ്യത്തെ വലിയ അക്ഷരവും ബാക്കി ചെറിയ അക്ഷരം, പിന്നെ അക്കം, സിമ്പിൾ എന്നിങ്ങനെ ഒരു 8 അക്ഷരം വരാൻ പാകത്തിന് നമ്മൾ പാസ്വേഡ് അടിക്കുക. അതിൻ്റെ തൊട്ട് താഴെ ആ പാസ്വേഡ്, അവിടെ നമ്മൾ അടിച്ച പാസ്വേഡ് ഒന്നോടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ കോളവും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളും കറക്റ്റായിട്ട് എല്ലാ കോളവും ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് പോകണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൺട്രി തിരഞ്ഞെടുക്കുകയാണ്. അത് നമ്മൾ കൺട്രി അടിച്ച് ഇന്ത്യ അടിക്കുക. താഴോട്ട് നോക്കുമ്പോൾ ഇന്ത്യ ഉണ്ടാവും. ഇന്ത്യ അടിച്ചു. അടുത്ത നമുക്ക് വേണ്ട സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് കേരള അടിച്ചു. ഇനി ഡിസ്ട്രിക്റ്റ് വേണം. ഡിസ്ട്രിക്റ്റ് എറണാകുളം അടിച്ചു. ഇനി നമ്മുടെ അടുത്തുള്ളൊരു സിറ്റി വേണം. സിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്തുള്ള സിറ്റിയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പെരുമ്പാവൂരാണ് ഞാൻ അടിക്കുന്നത്. ഇനി നമുക്കിവിടെ മൊബൈൽ നമ്പർ വേണം. മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്ത് താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിയുമ്പോൾ തൊട്ട് താഴെയുള്ള സെലക്ട് മെമ്പർഷിപ്പ് പാക്ക് എന്നുള്ളതിൽ തൊടുക. അത് തൊട്ട് കഴിയുമ്പോൾ 2 പ്ലാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ബേസിക് പ്ലാനും പ്രീമിയം പ്ലാനും. ബേസിക് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോയിൻ വാങ്ങിച്ച് അല്ലെങ്കിൽ GCD ടോക്കൺ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വില കൂടുന്ന സമയത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ സൈറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിനാണ് ബേസിക് പ്ലാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ പ്രീമിയം പ്ലാൻ ഉണ്ട്. പ്രീമിയം പ്ലാനിലാണ് നമുക്ക് ഇൻകം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പ്രീമിയം പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ സെലക്ട് റാങ്ക് ഉണ്ടാവും. റാങ്കിൽ ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് 1 സ്റ്റാർ 2 സ്റ്റാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് 20, 100, 500, 1000 എന്ന് കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ റുപ്പി അല്ല, അത് ടോക്കനാണ്. 20 ടോക്കൺ, 100 ടോക്കൺ, 500 ടോക്കനാണ്. അപ്പോൾ ഇതിൻ്റെ വില കറക്റ്റായിട്ട് അഡ്മിൻസിനെ അല്ലെങ്കിൽ ജയമാർ സാറിനെ വിളിച്ച് അന്വേഷിച്ച് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാണെങ്കിലും അന്വേഷിച്ച് വില അറിഞ്ഞതിന് ശേഷം എത്ര ടോക്കനാണ് നമ്മൾ എടുക്കുന്നത് ആ പൈസ കമ്പനിയുടെ അക്കൗണ്ടിൽ അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ രജിസ്ട്രേഷൻ ഇരിക്കാവുള്ളൂ. അടുത്ത കോളത്തിൽ അതിൻ്റെ സ്ലിപ്പ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അഡ്മിൻസായിട്ട് അന്വേഷിച്ചതിന് ശേഷം എത്ര രൂപയാണോ നമുക്ക് അടയ്ക്കേണ്ടത് ആ അടയ്ക്കേണ്ട പൈസ നമ്മൾ അടച്ചിട്ട് നമ്മൾ ഇവിടെ എന്താ ചെയ്യുക, നിങ്ങൾ പൈസ അടച്ചതിനുള്ള ടോക്കൺ മാത്രം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. 20 ആണെങ്കിൽ 20, 100 ആണെങ്കിൽ 100. ഞാൻ 100 സെലക്ട് ചെയ്തു. എന്നിട്ട് താഴെ ഒരു 4 കോളം ഉണ്ട്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിയുമ്പോൾ പേ സ്ലിപ്പ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പൈസ അടച്ചതിൻ്റെ സ്ലിപ്പ് ഇവിടെ കൊടുക്കണം. അതായത് നമ്മൾ ചൂസ് ഫയലിലേക്ക് ഒന്ന് തൊട്ടാൽ മതി. അതൊക്കെ ഒന്ന് തൊടുമ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ പൈസ അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ടിനകത്തുണ്ടാവും അല്ലെങ്കിൽ റെസിപ്റ്റിനകത്തുണ്ടാവും. അതിലൊന്ന് തൊടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 MB അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഫയൽ മാത്രമേ അപ്ലോഡ് ആവുകയുള്ളൂ. MB കൂടുതലാണെങ്കിൽ അതിൻ്റെ MB ഒന്ന് കുറയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇതിപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ അതിൻ്റെ താഴെ ഒരു ക്യാപ്ച കിടപ്പുണ്ട്. ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളിടത്ത് ഈ കോളം ഒന്ന് ടിക്ക് ചെയ്യുക. ശരി വീണെന്ന് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു കോളമുണ്ട്, ചെറിയ കോളം, അതും ഒന്ന് ടിക്ക് ചെയ്യുക. അവിടെ ശരി വീഴും. ഇനി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ലോഗിൻ പേജാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമെയിൽ യൂസർ നെയിം പാസ്വേഡും അവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല, ഞാൻ രജിസ്റ്റർ ചെയ്താണ്, അതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.